الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അങ്ങേയറ്റം തെക്കുവാടി ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിച്ചിരിക്കുന്നു. നാം കടന്നു പോകുന്ന സമൂഹം മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. അഥവാ മനുഷ്യനിലെ മനുഷ്യത്വം നശിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളും വർത്തമാനങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. മനുഷ്യ മനസ്സ് പലതുകൊണ്ടും അസ്വസ്ഥമാവുകയും ജീവിത നൈരാശ്യം കാരണം പലരും ആത്മഹത്യയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വാർത്തകളും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ മതം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെ സംബന്ധിച്ച് സദാചാര ബോധത്തോടുകൂടിയുള്ള ധർമ്മനിഷ്ഠയോടുള്ള ജീവിതത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധവൽക്കരണം അനിവാര്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചതാണ്. നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ അതൊന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിലും അള്ളാഹുവിൽ തവക്കുലാക്കുകയും അവനെ വരമേൽപ്പിക്കുകയും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിരാശ പൂർണ്ണമായും കൈവിടിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ശാന്തമായ സ്വസ്ഥമായ ഒരു ജീവിതം കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ സമാധാനം അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, അവനെക്കുറിച്ചുള്ള സ്മരണ, അവനെക്കുറിച്ചുള്ള ചിന്ത, അവനിലുള്ള അചഞ്ചലമായ വിശ്വാസം ഇതൊന്നുകൊണ്ട് മാത്രമാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ചുറ്റുപാട് നമ്മൾ പരിശോധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് മാഇദയിലെ 100-ാമത്തെ വചനം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയില്ല. ഖുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, തീർച്ചയായും ദുഷിച്ചതും ചീത്തയായതും വത്തയ്യിബ് വിശിഷ്ടമായതും നല്ലതും സമമാകുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നാലും ശരി. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. യാ ഉലിൽ അൽബാബ്, ഏ ബുദ്ധിമാന്മാരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരായത്ത് മാത്രം ഉണർത്താനാണ് ഇന്നത്തെ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നൊരു കാര്യം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുറ്റുപാട് പരിശോധിക്കുമ്പോൾ തിന്മകളുടെ ആധിക്യം അവനെ അത്ഭുതപ്പെടുത്തുകയാണ്. അനാവശ്യമായ കാര്യങ്ങൾ, വൃത്തികേടുകൾ, വേണ്ടാത്തരങ്ങൾ, തോന്നിവാസങ്ങൾ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹികമായ അന്തരീക്ഷം. ആ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത
സാർവലൗകികമായി മുഴുവൻ മനുഷ്യരും അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു ഈ ആയത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. അത് ദുഷിച്ചതും വിശിഷ്ടമായതും രണ്ടും തുല്യമാവുകയില്ല, അഥവാ നല്ലതും ചീത്തയായതും തുല്യമാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് മനുഷ്യർക്കിടയിലുള്ള അകൽച്ച വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പകയും വെറുപ്പും വിദ്വേഷവും, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ വളർത്തിയെടുക്കുവാനും വിഭാഗീയത സൃഷ്ടിക്കുവാനുമുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഭീകരവാദം, തീവ്രവാദം, വർഗീയത, വംശീയത തുടങ്ങി മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന വിഭാഗീയമായ ചിന്താഗതികൾ ശക്തിപ്പെട്ടു വരുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. മതം പോലും വികൃതമാക്കപ്പെടുകയും മതവിശ്വാസികൾക്കിടയിൽ പോലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായ പകപോക്കലുകളും കൊലപാതകങ്ങളും അക്രമങ്ങളും മറ്റു പല നിലക്കുള്ള ഭീഷണികളും പല രംഗത്തും വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൈംഗികമായ അരാജകത്വം, സ്വവർഗരീതിയാകട്ടെ, വൈവാഹികേതര ലൈംഗിക ബന്ധങ്ങളാകട്ടെ, മറ്റു നിലക്കുള്ള ലൈംഗികമായ ചൂഷണങ്ങളാകട്ടെ, അത് വർദ്ധിച്ചു വരികയും കുടുംബജീവിതവും വൈവാഹിക ജീവിതവും ആവശ്യമില്ല എന്ന് പോലും ചിന്തിക്കുന്ന പുതിയ തലമുറ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പല നിലക്കുള്ള തിന്മകളും അധർമ്മങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്, തിന്മയുടെ ആധിക്യം നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നന്മയും തിന്മയും തുല്യമാവുകയില്ല എന്നുള്ളതാണ്. കാരണം സമൂഹത്തിൽ പൊതുവെ തിന്മകൾ ഒരു കള്ളം 100 വട്ടം ആവർത്തിച്ചു പറയുമ്പോൾ അത് സത്യത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നിരന്തരമായി തെറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിനോട് രാജിയാകുന്ന, അതിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന മാനസികാവസ്ഥയാണ് പലപ്പോഴും നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ, ഒരു സാമൂഹികമായ അന്തരീക്ഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അങ്ങേയറ്റത്തെ ജാഗ്രത കൈക്കൊള്ളേണ്ടുന്നതിൻ്റെ അനിവാര്യതയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തഖ്വയെ സംബന്ധിച്ചിടത്തോളം, സൂക്ഷ്മതാബോധത്തെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ധർമ്മബോധം വളർത്തിയെടുക്കുവാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ, അവരെയൊക്കെ തന്നെയും ധർമ്മബോധമുള്ളവരായി വളർത്താൻ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഓരോ വീട്ടിലും നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന തലമുറയെ യഥാർത്ഥ മൂല്യബോധമുള്ളവരാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എന്തു വേണം? മതം അതിന് നൽകുന്ന കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മൂല്യബോധത്തെ സംബന്ധിച്ച് അവർക്ക് ആ മൂല്യബോധം അവിടെ കുരുന്നു മനസ്സുകളിൽ കരുപ്പിടിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് ലളിതമായി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിരുന്ന് കാണാൻ സാധിക്കും. ലുഖ്മാനുൽ ഹക്കീം എന്ന തത്വജ്ഞാനിയായ ഒരു മനുഷ്യൻ സ്വന്തം മകന് നൽകുന്ന സാരോപദേശങ്ങൾ സൂറത്ത് ലുഖ്മാനിൽ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഹറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എൻ്റെ കുഞ്ഞു മകനെ എന്ന് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കാരുണ്യത്തോടെ സ്വന്തം മകനെ സമീപത്ത് വിളിച്ചുകൊണ്ട് ഒരു ബാപ്പ സ്വന്തം മകന് ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന ആശയമാണ് ഈ ആയത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഒരു കടുകുമണിയോളം വരുന്ന നിസ്സാരമായ വസ്തു, ആർക്കും കാണാൻ കഴിയാത്ത വളരെ ചെറിയൊരു വസ്തു പാറക്കെട്ടുകളിലോ ഭൂമിയിൽ എവിടെയെങ്കിലുമോ ആകാശലോകത്ത് എവിടെയെങ്കിലുമോ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലുമോ ആരും കാണാതെ നീ ഒളിച്ചു വെച്ചാൽ അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന സൂക്ഷ്മമായ നിഗൂഢമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിനെ നീ പരിചയപ്പെടേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, പ്രത്യേകിച്ചും ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ വളരെ ചെറുപ്പത്തിലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ദൈവബോധം, ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് അത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അത് പേടിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല, ഭീകരമായ ഒരു സത്വത്തെക്കുറിച്ചല്ല,
മറിച്ച് പരമകാരുണികരും കരുണാനിധിയുമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അവിടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത വളരെ നിസ്സാരമായിരിക്കുന്ന കടുകുമോളം മണിയോളം വരുന്ന വളരെ ചെറിയ ഒരു വസ്തു പോലും ആരും കാണാതെ പാറക്കെട്ടുകളിലോ ഭൂമിയിൽ എവിടെയെങ്കിലുമോ ആകാശലോകത്ത് എവിടെയെങ്കിലുമോ നിങ്ങൾ ഒളിച്ചു വെച്ചാൽ അതുപോലും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന സൂക്ഷ്മമായ നിഗൂഢമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അള്ളാഹു, അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അത് കുരുന്നു മനസ്സുകളിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. ഈ ബോധമുണ്ടാകുമ്പോഴുണ്ടാകുന്ന മാറ്റം നമ്മൾ പരിശോധിച്ച് നോക്കൂ. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. സുന്ദരനാണ്, യുവാവാണ്, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവനാണ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാജകൊട്ടാരത്തിൽ വളരാൻ അവസരം നൽകുകയും രാജകീയമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ആ നാട്ടിലെ രാജ്ഞിയാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവം തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, റാവത്തഹു അല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി വഅല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈതല ഖാല മആദല്ലാഹ്. എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ രാജകൊട്ടാരത്തിലെ സുന്ദര മനോഹരമായ ഒരു നിമിഷത്തിൽ ഒരു സുന്ദരിയായ പെണ്ണ് യുവാവായിരുന്ന ചെറുപ്പക്കാരനെ എല്ലാ നിലക്കും വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വാതിൽ കൊട്ടി അടച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് നിർബന്ധപൂർവം പിടിച്ചു വലിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകാൻ സാധിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് അള്ളാഹു സൂറത്ത് യൂസുഫിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം ഈ ഒരു മാറ്റം. അദ്ദേഹം പറയുന്നു, യഥാർത്ഥത്തിൽ റബ്ബി അസ്സിജിനു അഹബ്ബു ഇലയ്യ വൻ യദ്ഉനി ഇലൈഹി. എന്തൊരു കാര്യത്തിലേക്കാണോ അവൾ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തേക്കാൾ എനിക്ക് പ്രിയങ്കരമായിരിക്കുന്നത് ജയിലറകളാകുന്നു എന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്ന ഭൗതികമായ ഏറ്റവും വലിയ സുഖം ആസ്വദിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഒത്തിണങ്ങിയ സന്ദർഭത്തിൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ, അവിടെ നിന്ന് മാറിപ്പോകുവാൻ, അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് എനിക്ക് വേണ്ടത് ഭൗതികമായ രാജകൊട്ടാരത്തിലെ രാജകീയമായ സുഖസൗകര്യങ്ങളല്ല, മറിച്ച് അനശ്വരമായ ലോകത്തെ സ്വർഗീയമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിനു വേണ്ടി ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജയറയാകുന്നു എന്ന് ധീരമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ഒരു യുവാവിനെയാണ് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ ഒരു ബോധമാണ് നമുക്ക് വളർന്നു വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാതു ഉസീകും വഇയ്യാ ബിതഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ തആ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുവോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയ ചെയ്യുന്നു. വളർന്നു വരുന്ന അധാർമിക പ്രവണതകളുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ പല നിലക്കും ദുഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, തിന്മകളുടെ ആധിക്യം നമ്മെ അത്ഭുതപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ധർമ്മബോധം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അനിവാര്യമായിരിക്കുന്ന അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചും അത് നമ്മിലുണ്ടാക്കുന്ന മാനസികമായ പരിവർത്തനത്തെക്കുറിച്ചുമാണ് നാം സൂചിപ്പിച്ചത്. അങ്ങനെയൊരു മാറ്റം നമുക്കുണ്ടാകുമ്പോൾ വലാ തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ, അള്ളാഹു നമ്മളോട് പറഞ്ഞു, പ്രത്യക്ഷവും പരോക്ഷവുമായിരിക്കുന്ന എല്ലാ നീചവൃത്തികളെയും നിങ്ങൾ സമീപിക്കുവാൻ പാടില്ല. തിന്മകളോട് യാതൊരു നിലക്കും യോജിക്കുവാൻ, അനുകൂലമായി നിൽക്കുവാൻ, അതിന് സാമീപ്യം സ്വീകരിക്കുവാൻ പോലും പാടില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയും, എന്നിട്ട് ഐഹികമായ ജീവിതം വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഇബുൻ വലഹ്, ഈ ദുനിയാവ് എന്ന് പറയുന്നത് കേവലം കളിയും വിനോദവുമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു എങ്കിൽ, യഥാർത്ഥമായ ജീവിതം അനശ്വരമായ പരലോകത്തുള്ളതാണ്, ദാറുൽ ആഖിറത്താണ് എന്നാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ബോധം
അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി കണക്ക് നോക്കി പരിശോധിച്ച് അതിന് രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്ന, അതിന് നന്മകൾക്ക് ഗുണമയമായ പ്രതിഫലവും തിന്മകൾക്ക് ഭയാനകമായ ശിക്ഷയും നൽകപ്പെടുന്ന അനശ്വരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാകുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമുള്ളത്. യഥാർത്ഥമായ ജീവിതം ഈ താൽക്കാലികമായ ഭൗതികമായ ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും നേട്ടങ്ങളുമല്ല, അതിനപ്പുറമുള്ള അനശ്വരമായ ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്നാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും അതിര് കടന്ന് പ്രവർത്തിക്കുകയും ഐഹികമായ ജീവിതത്തിന് പ്രാമുഖ്യം നൽകുകയും ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം കത്തിജ്വലിക്കുന്ന നരകാഗ്നിയായിരിക്കും അവരുടെ സങ്കേതം എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, നാം പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ചൂടിൻ്റെ കാഠിന്യം, ഇപ്പോഴുള്ള സൂര്യതാപം പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടി ഭയാനകമായിരിക്കുന്ന നരകാഗ്നിയും, അത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകാഗ്നിയിൽ എത്തിപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ അതിര് കടന്നു പോവുകയും അതിക്രമം പ്രവർത്തിക്കുകയും ഐഹികമായ ജീവിതത്തിന് പ്രാമുഖ്യം നൽകുകയും അതിന് മുൻഗണന നൽകുകയും ചെയ്യുന്നു എന്നാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നു വൽ-ആഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് എന്നെന്നും അവശേഷിക്കുന്നു. അത് ഒരു കാതിലൂടെ കേൾക്കുകയും മറുകാതിലൂടെ പുറത്തു പോവുകയും ചെയ്യുന്നു എന്നല്ലാതെ അതിലപ്പുറം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്, അള്ളാഹ് യഥാർത്ഥത്തിൽ ഐഹികമായ ജീവിതത്തിന് മുൻഗണന നൽകുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്താൽ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയായിരിക്കും ഉണ്ടാവുക. എന്നാൽ അള്ളാഹു പറഞ്ഞു, ആരെങ്കിലും തൻ്റെ മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അമ്മാമൻ ഹാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗമായിരിക്കും അവൻ്റെ സങ്കേതം എന്നറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് നരകാഗ്നിയുടെ ഭയാനകതയെക്കുറിച്ചുള്ള ഭയപ്പാടും സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയും അത് ലഭിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹവും കാരണം ഭൗതികമായ ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകാതെ അനശ്വരമായ പാരത്രിക ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെയുള്ള വിജയത്തിനു വേണ്ടി, അനശ്വരമായ ജീവിതത്തിലെ മോക്ഷത്തിനു വേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാവുക. അതിൻ്റെ മുമ്പിൽ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതിനുള്ള സൗകര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തെ അള്ളാഹു ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുവാൻ, ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായിരിക്കുന്ന മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ, യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് നമ്മുടെ സംസ്കാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുവാനും അതിനനുസരിച്ച പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുമുള്ള അവസരം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും നമ്മളോടൊപ്പമുണ്ട്. രോഗികളായ പലരും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. നാഥ, അവിടെ എല്ലാം രോഗം നിഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ. ഒരിക്കലും വിഷമകരമായ പരീക്ഷണത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കൊണ്ടുപോകരുതേ നാഥ. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സമാധാനപരമായ അന്തരീക്ഷത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും അവിടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കുവാനുള്ള അവസരം ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും നീ ഒരുക്കി തരണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أحينا للكتاب والسنة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم لا تسلط علينا من لا يرحمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.